ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 234 ദിവസം. സൂറത്തുൽ ബഖറ 224. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. ധർമാനുഷ്ഠാനവും ദൈവഭക്തിയും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതും വർജിക്കുവാൻ ശപഥം ചെയ്യുന്നതിന് നിങ്ങൾ അള്ളാഹുവിനെ കരുവാക്കാതിരിക്കുക. അള്ളാഹു നിങ്ങളുടെ സകല സംസാരങ്ങളും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പേരിലുള്ള പ്രതിജ്ഞ അധികമാക്കുന്ന പ്രവണത നിരുത്സാഹപ്പെടുത്തുകയാണ് സൂക്തം. അള്ളാഹുവിൻ്റെ നാമത്തെ മനുഷ്യൻ അലക്ഷ്യമായി ഉപയോഗിക്കുന്നത് വിലക്കുകയാണിത്. ഈ സൂക്തങ്ങളുടെ അവതരണ കാരണമായി 2 സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, പ്രവാചക പത്നിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയുമായ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് കപടന്മാർ അപവാദങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവും ആശ്രിതനുമായിരുന്ന മിസ്തഹ് എന്നയാളും അതിൽ പങ്കെടുത്തു. അതിൽ വേദനിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇനിമേൽ മിസ്തഹിന് താൻ യാതൊരു സഹായവും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. അതിനെ തുടർന്നാണ് ഈ സൂക്തം അവതരിച്ചത്. ഇതേ സംഭവം സൂറത്തു നൂറിലെ 22 സൂക്തത്തിൻ്റെ അവതരണ കാരണമായും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെയും വിഷയം ഇതുതന്നെയാണ്. നിങ്ങളിൽ സമ്പത്തും സൗകര്യവുമുള്ളവർ സ്വന്തം ബന്ധുക്കൾക്കും പാവങ്ങൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേശത്യാഗം ചെയ്തവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. മാപ്പും വിട്ടുവീഴ്ചയുമാണ് അവലംബിക്കേണ്ടത്. അള്ളാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു ഏറെ ദാക്ഷിണ്യമുള്ളവനും ദയാലുവുമാകുന്നു. അബ്ദുല്ലാഹിബ്നു റവാഹയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു സംഭവം. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സഹോദരി ഭർത്താവിനെ സന്ദർശിക്കുകയില്ലെന്നും സഹോദരിക്കും ഭർത്താവിനും വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും ശപഥം ചെയ്തു കളഞ്ഞു. പിന്നീട് അദ്ദേഹത്തിനത് വലിയ പ്രയാസമായി തീർന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ കുടുംബബന്ധം ചേർക്കില്ലെന്നും മറ്റുമൊക്കെ ശപഥം ചെയ്തു പോയാൽ പിന്നീട് സത്യം ചെയ്തത് തെറ്റിക്കേണ്ടി വരുമെന്നതിൻ്റെ പേരിൽ തെറ്റായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതില്ല. സത്യം ചെയ്തു പോയതിൻ്റെ പേരിൽ ഇത്തരം ശപഥങ്ങളിൽ തുടരേണ്ടതില്ല. അത്തരം ശപഥങ്ങൾ ലംഘിച്ചും നന്മ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന സത്യവും ശപഥവും പ്രതിജ്ഞയുമെല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.